പക്ഷേ ഈ ഹാരിസ് ചിറക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ, യൂറോളജി വിഭാഗം ഡോക്ടറാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ആരോഗ്യ മേഖലയെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിൽ ബ്യൂറോക്രസികളുടെ ഒരു മൊത്തം ഇടപെടലുകൾ നടക്കുന്നത് കാരണം ഉപകരണങ്ങൾ പോലും കൃത്യമായി ഇല്ല, ഓപ്പറേഷൻ നടത്താനുള്ള ഉപകരണങ്ങൾ പോലും ഇല്ല. അതൊക്കെ എല്ലാവരും കണ്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒക്കെ. പക്ഷേ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മളൊക്കെ കരുതിയത് ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും, സർക്കാർ ദ്രുതഗതിയിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനും മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നാണ് കരുതിയത്. പക്ഷേ ഈ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിൽ കാരണം അല്ലെങ്കിൽ പോസ്റ്റ് കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ദ്രുതഗതിയിൽ വന്ന 2 നടപടികൾ. ഒന്ന്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നേരിട്ട് ഈ ഡോക്ടറെ വിളിച്ചിട്ട് ആ ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആ പോസ്റ്റുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ്. 2, ഡോക്ടറുടെ വീട്ടിൽ കേരള പോലീസ് എത്തി വിശദീകരണം ചോദിച്ചു. എന്തിനാണ് ഈ പോസ്റ്റ് ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു. ആദ്യത്തെ പോസ്റ്റ് ഡിലീറ്റും ചെയ്യിപ്പിച്ചു. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് നടന്നത്. ഇനി അദ്ദേഹം നേരിടാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഒരു ഗവൺമെന്റ് ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ പൈസ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വരും എന്നുള്ളത് സർക്കാരിന്റെ ക്രൂര നടപടികൾ പോലെ ഇരിക്കും. അതുവരെ ഈ ഭരണമുണ്ടെങ്കിൽ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതിന് ഒരു പ്രതിവിധി കണ്ടെത്താതെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് വീണ ജോർജ് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മളിപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. ആ ഇടങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നത്, ഇപ്പം ഞാനും പല സമ്മേളനങ്ങളൊക്കെ പങ്കെടുത്തു, നമ്മൾ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയും എന്ന 2 തരം അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കും. വീണ ജോർജിൻ്റെ ഈ നടപടി ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടറെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹാരിസ് ചിറക്കൽ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ഡോക്ടറാണ്. എന്നുവെച്ചാൽ കമ്മ്യൂണിസത്തിൻ്റെ മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ഡോക്ടറാണ്. സർക്കാർ ഫീസിൽ പഠിച്ച് സർക്കാർ കോളേജിൽ പഠിച്ച് ഡോക്ടറായ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഇതാണ്: എന്നെ പഠിപ്പിച്ച സർക്കാർ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പണം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, എനിക്ക് പഠിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ച സർക്കാർ, ആ സർക്കാരിൻ്റെ ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡോക്ടറായിട്ടാണ് താൻ ജീവിക്കേണ്ടത് എന്ന് കരുതി സർക്കാർ ആശുപത്രികളിലും സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജിലും ഒക്കെ നിരന്തരമായി മുഴുവൻ നേരവും അധ്വാനിച്ച് സാധാരണക്കാരെ ആൾക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറിന് സഹിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ബ്യൂറോക്രസി മാറിയപ്പോൾ അതിനെതിരെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഈ പോസ്റ്റ് ഇട്ടത് പൊതുജനങ്ങളുടെ മുന്നിലാണ്. പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം അദ്ദേഹം ആരോഗ്യവകുപ്പ് മന്ത്രിയോട്, വീണ ജോർജിനോട്, അതേപോലെ മറ്റാളുകളിലൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം. തീർച്ചയായിട്ടും അവിടെയൊക്കെ പറഞ്ഞ് രക്ഷയില്ലാതെ വന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത്, ഈ ഉദ്യോഗസ്ഥന്മാരുടെ പിന്നാലെ നടന്നതിൻ്റെ ചെരുപ്പ് തേഞ്ഞു എന്ന് പറഞ്ഞു. അതല്ലാണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇവർ തയ്യാറല്ലേ. എന്താണ് ഇദ്ദേഹം പറഞ്ഞ കാര്യം? ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ആശുപത്രിയിൽ ഓപ്പറേഷൻ ആവശ്യമുള്ളതായിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമല്ലാതെ വരുമ്പോൾ അത് കൃത്യസമയത്ത് എത്തിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, സാധാരണക്കാരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. സാധാരണക്കാരുടെ ഗവൺമെൻറ്, സാധാരണക്കാരുടെ ആരോഗ്യമന്ത്രി, സാധാരണക്കാരുടെ വകുപ്പ് എല്ലാവരും. പക്ഷേ സാധാരണക്കാരനൊന്നും ലഭിക്കുന്നില്ല എന്ന് ഇദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായത് വളരെയധികം സാധാരണക്കാർക്ക് ചികിത്സാ സഹായം അദ്ദേഹത്തിന് നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പലരുടെയും നടക്കുന്നില്ല. അതിൽ അദ്ദേഹത്തിന് സങ്കടമുണ്ടായി. ആ സങ്കടത്തിൻ്റെ കാരണം എന്താണ്? അയാൾ പണിയെടുക്കുന്നതല്ല, അയാൾ മുഴുവൻ നേരം പണിയെടുക്കാൻ തയ്യാറാണ്. പക്ഷെ പണിയെടുക്കാനായിട്ട് അനുവദിക്കുന്നില്ല. പണിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൊടുക്കുന്നില്ല. ആരോ ഉപകരണം കൊടുക്കണം? ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരുടെ ഓരോരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഓരോ തൊടുന്യായങ്ങൾ പറഞ്ഞ് അവരെന്ത് ചെയ്യും? ഉപകരണങ്ങൾ വാങ്ങാതിരും. അങ്ങനെ ഉപകരണങ്ങൾ വാങ്ങാതിരുന്നാൽ അവിടെ ശസ്ത്രക്രിയ നടക്കില്ല. ശസ്ത്രക്രിയ നടക്കാതിരുന്നാൽ ഇവർക്ക് ചിലപ്പോൾ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുള്ളതായിരിക്കും. അവർക്ക് പുറത്തു പോകേണ്ടി വരും. പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകാര്യ ഹോസ്പിറ്റലിൽ, സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടതായിട്ട് വരും. അവിടെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. ഈ സർക്കാർ മെഡിക്കൽ കോളേജിൽ 20,000 രൂപയ്ക്കോ 10,000 രൂപയ്ക്കോ 5,000 രൂപയ്ക്കൊക്കെ നടക്കുന്നതായിട്ടുള്ള ചികിത്സ പുറത്ത് മെഡിക്കൽ കോളേജിലോ അതേപോലെ തന്നെ വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നടത്താൻ
ഈ സാധാരണക്കാരൻ പോയാൽ അയാൾക്ക് 5 ലക്ഷം 6 ലക്ഷം ചിലപ്പോൾ 20 ലക്ഷം വരെ ചിലവഴിക്കേണ്ടതായിട്ട് വരും. അത് പണമില്ലാത്ത ആൾ എങ്ങനെ അവിടെ പോയി ചികിത്സിക്കും? അവർക്ക് ചികിത്സിക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് ബോധമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഇത് അകത്ത് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ലെങ്കിൽ പുറത്ത് തന്നെ പറയണം. സമൂഹം ഏറ്റെടുക്കട്ടെ കാര്യം. അങ്ങനെ സമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് സമൂഹത്തിൻ്റെ മുന്നിൽ ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വൈറൽ പോസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഭീഷണിയുണ്ടെന്നുള്ളത് ശരിയാണ്. അയാളെ ഭീഷണിപ്പെടുത്തി ഇത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഭീഷണി അദ്ദേഹത്തിന് ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയൊക്കെ നിന്നാൽ ജീവൻ അപകടപ്പെടാൻ സാധ്യതയില്ല. അല്ല, അത് ജീവന്റെ മാത്രം പ്രശ്നമല്ലേ. ഇപ്പം നവീൻ അദ്ദേഹത്തിന് ബാബു ഒക്കെ ഉദാഹരണമാണ്. അടിയന്തരമായിട്ട് അയാൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണ്? അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തെ സ്ഥലം മാറ്റാനുള്ള സാധ്യതയാണ് ആദ്യം തന്നെ കാണുന്നത്. ഒരു രോഗിയും വരാത്തതായിട്ടുള്ള വല്ല ഹോസ്പിറ്റലുണ്ടെന്ന് നോക്കിയാൽ ഇങ്ങോട്ട് അയാളെ പറഞ്ഞു വിടുക എന്ന് പറയുന്ന ഒരു പണിയായിരിക്കും മിക്കവാറും ഈ ബ്യൂറോക്രാറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉദ്യോഗസ്ഥനാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ഭാഷയെ പറഞ്ഞ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുവാണ്. അവനാണ് ഇവിടെ ഇരുന്ന് ഭരിക്കുന്നത്. ഏത് കമ്മ്യൂണിസ്റ്റും ഭരിക്കാൻ നടന്നിട്ട് കാര്യമില്ല, ഇവനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എങ്കിൽ. അപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, അതൊരു സംവിധാനമാണ്, ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റമാണ് ഈ ഭരണകൂടത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിസ്റ്റത്തിൻ്റെ മുകളിലിരുന്ന് നിരങ്ങുന്ന ഒരാൾ മാത്രമായി ആരോഗ്യമന്ത്രി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവർക്കൊന്നും മനസ്സിലാവില്ല, അവർക്കതൊന്നും തിരിച്ചറിയാനായിട്ട് കഴിയില്ല. കാരണം ഇവരും ഇതിക്ക് മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗികളെയും ഡോക്ടർമാരെയും ഒക്കെ കൂടെ നിർത്തി ഒപ്പം നിൽക്കുന്ന സമീപനായിരുന്നു ശൈലജ ടീച്ചർക്കുണ്ടായത്. ഇവർക്കതില്ല. ഇവരുടെ മുമ്പിൽ ഒരു കപ്പലും കപ്പിത്താനും മാത്രമാണ്. ഈ കപ്പൽ ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതിൽ മാത്രമാണ് ഇവരുടെ കഴിവ് പ്രകടമാക്കപ്പെടുന്നത്. അതല്ലാതെ ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് ഭരിച്ചുകൊണ്ട് പോകുന്നതിനോ ആരോഗ്യവകുപ്പിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയാൽ മതിയായിരുന്നു ഇവരെ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിട്ട് ശൈലജ ടീച്ചറിനെ തന്നെ ആരോഗ്യമന്ത്രി ആക്കിയാൽ മതിയായിരുന്നു. ശൈലജ ടീച്ചറിന് ആരെയും എടുക്കാൻ പാടില്ല. കാരണം എന്താണ്? അതന്ന് തന്നെ വലിയ തരത്തിൽ പ്രഖ്യാപനം ഉണ്ടായതാണ്. പുതിയ ആളുകൾ മാത്രം മതി, ഞാൻ പറയുന്നത് കേൾക്കുന്നവർ മാത്രം മതി, ഒരു പരിചയമില്ലാത്ത ആളുകൾ മാത്രമാണ് പുതിയ മന്ത്രിസഭയിൽ മതി എന്ന തീരുമാനമാണ് അന്ന് മുഖ്യമന്ത്രി എടുത്തത്. അതിന്റെ ഗുണമുണ്ട്. കാരണം എന്താണ്? നമ്മൾ പിണറായിയെ കുറിച്ച് മാത്രം സംസാരിക്കുന്നുള്ളൂ, വേറെ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിയെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇല്ല. പിണറായിയും മറ്റ് മന്ത്രിമാരും തമ്മിലുള്ള അകലം വളരെ വലുതാണ്. ആ വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് വാർത്തകൾ വരുന്ന സമയത്താണ്. വാർത്താ പ്രാധാന്യം. മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി പങ്കെടുക്കുന്നതായിട്ടുള്ള സമ്മേളനത്തിൻ്റെ വാർത്ത എത്രമാത്രം പൊലിപ്പോടുകൂടി വരുന്നു, അതിനേക്കാൾ ഒരു 5% അല്ലെങ്കിൽ 10% മാത്രമാണ് മറ്റ് മന്ത്രിമാർ നടക്കുന്ന പ്രകടനങ്ങൾക്കും ഉദ്ഘാടനങ്ങൾക്കും വാർത്താ പ്രാധാന്യമുള്ളൂ. അത്ര വലിയ അന്തരമുണ്ട്. പിണറായി എന്ന് പറയുമ്പോൾ വലിയ ഒരു ടവറിങ് പേഴ്സണാലിറ്റിയും മറ്റവരൊക്കെ ചുണ്ണികൾ എന്ന് പറയാവുന്ന രീതിയിൽ അത്ര ചെറുതായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്ന് 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി മന്ത്രിമാരെ നിശ്ചയിച്ചത്. അപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം ആഗ്രഹിച്ചിടത്തുള്ള പ്രവർത്തനങ്ങൾ ഇവരൊക്കെ നടത്തുന്നുള്ളൂ. പക്ഷേ ആരോഗ്യവകുപ്പ് പോലെയുള്ള ഒരു പ്രത്യേക സംവിധാനത്തിനകത്ത് ഇങ്ങനെയല്ല കാര്യങ്ങൾ നടക്കേണ്ടത്. മനുഷ്യപ്പറ്റും മനുഷ്യസ്നേഹവും കരുണയുമൊക്കെ അവിടെ കരുതലായിട്ട് വരേണ്ടതാണ്. അങ്ങനെ കരുതലുള്ള ഒരു ഇടം എന്നതുകൊണ്ടായിരുന്നു ഈ ശൈലജ ടീച്ചറിൻ്റെ കാലം വളരെ കൂടുതൽ ഈ ആരോഗ്യവകുപ്പ് പുകഴ്ത്തപ്പെട്ടിരുന്നത്. ഡോക്ടർമാർക്കൊപ്പം ടീച്ചറുണ്ട്, രോഗികൾക്കൊപ്പം ടീച്ചറുണ്ട്. നിപ്പ വന്നപ്പോൾ അവർക്കൊപ്പം ഉടുപ്പിട്ട് നിൽക്കാൻ ടീച്ചർ ചെന്നിരുന്നു. അവർക്കൊരു കരുത്ത് പകരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? നിങ്ങളുടെ ഒപ്പം ഉണ്ട്, നിങ്ങൾ മരിക്കണേ ഞാൻ നിങ്ങളുടെ ഒപ്പം മരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്ന ഒരു മനസ്സാണ് ഈ ആരോഗ്യവകുപ്പിന് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. അത് പക്ഷേ ഇവിടുത്തെ നമ്മൾ വീണക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഇതിൻ്റെ അകത്ത് പ്രകടമായിരിക്കുന്നത്. പോസ്റ്റ് ഇട്ടപ്പോൾ അവർക്ക് നാണം വന്നതാണ്. കാരണം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ പരിദേവനം എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥി ഓപ്പറേഷൻ വന്ന സമയത്ത് എനിക്ക് നിർവഹിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ഏറെ സങ്കടത്തോടുകൂടി വിങ്ങിപ്പൊട്ടിയാണ് എൻ്റെ ഓപ്പറേഷൻ മാറ്റിവെച്ചിരിക്കുന്നതെന്ന് അവനോട് പറയേണ്ടി വന്നു. അതിൻ്റെ കാരണം ഈ ബ്യൂറോക്രസി ഗ്രസിച്ചൊരു ഭരണകൂടം എന്ന് പറയുന്നത് ദുരിത ഭരണകൂടമായിരിക്കും.